വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്ലോത്തിങ് സ്റ്റോറിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഞാൻ വന്നത്. നല്ലൊരു ഗെയിമാണ്. ഞാനിത് കളിച്ചിട്ട് സ്റ്റോർ ലെവൽ 7 ആക്കി വെച്ചിരിക്കണോ കണ്ടോളൂ. ഇതൊക്കെ ഞാൻ മേടിച്ചതാണ്. ഈ സ്ഥലമൊക്കെ ഞാൻ ആക്കിയതാണ്. ഇത്ര സ്ഥലം ആക്കണമെങ്കിൽ 1000 റുപ്യ ആവും. ഇതൊക്കെ സാധനമൊക്കെ നമ്മൾ റേറ്റ് ഫുള്ള് കൂട്ടിയിട്ടാണ് ആൾക്കാർ മേടിച്ചില്ല. അപ്പോൾ നമ്മളത് നോക്കണം. പാൻ്റ് എടുത്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇതിൽ വെക്കാൻ പറ്റുമെങ്കിൽ ഇല്ല. അപ്പോൾ നമ്മൾ ക്ലോസ് ആക്കിയിട്ട് ഓപ്പൺ ഞാൻ എണ്ണൊക്കെ നോക്കാം. ഇതിലുണ്ടോ? അപ്പോൾ ഇതിൽ മാത്രമേ ഇതൊന്ന് ഓർഡർ ചെയ്താലോ? എനിക്കിതൊന്ന് ഓർഡർ ചെയ്യാം. നേരെ കമ്പ്യൂട്ടറിൽ പോയിട്ട് ഒന്ന് ഓർഡർ ചെയ്താൽ മതി. അതിന് $203. അതിന് ഒരു ഡ്രസ്സല്ല കേട്ടോ. ഇതങ്ങനെ പെട്ടിയിലൊരു 5 എണ്ണം ഉണ്ടാവും. പെട്ടിയിൽ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ട്. അത് എത്തിക്കണം. ഇവിടെ ചാടി പോയി ഇല്ലേ അല്ലാതെ ഒന്നും പറഞ്ഞിട്ട് ഫാസ്റ്റാക്കാം. 5 കൊടുത്താൽ ഫാസ്റ്റാക്കും. എന്ത് ഫാസ്റ്റാകത്ത്? കഴിച്ചിട്ട് ഫാസ്റ്റാവില്ല. എന്ത് ഫാസ്റ്റാകത്ത്? എന്താണെന്നറിയില്ല. നമുക്ക് കുറച്ചോളം കാത്തിട്ടുണ്ടാവില്ല. ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് കുറക്കട്ടെ. ഇതിൻ്റെ മാർക്കറ്റ് വില 15 ആണ്. നമ്മൾ പക്ഷേ ഇത് 20-നാണ് വിൽക്കല്. കുറച്ച് 20 ഇരിക്കട്ടെ. ഇതിൻ്റെ മാർക്കറ്റ് വില എത്ര? 35. എത്ര കണ്ടല്ലോ? മാർക്കറ്റ് വില 35ഒന്നും ഇല്ല. 20 ഉള്ളൂ. നമുക്കൊരു 25 പിടിക്കാം. ആ ഡെലിവറി ആക്കുന്നു. നമുക്കെടുക്കാം. നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇടാൻ പറ്റുക. കറക്റ്റാണ്. നമുക്കിതിൻ്റെ റേറ്റ് നമുക്ക് ശരിയാക്കണം. എത്ര റേറ്റാണ് വേണ്ടത് ഞാൻ നോക്കട്ടെ. പക്ഷേ നമുക്കിതിൻ്റെ വില മാർക്കറ്റ് വില 30 ആണ്. നമുക്കൊരു 35 ആക്കല്ലേ. 30 ആക്കാം. ഇതിൻ്റെ മാർക്കറ്റ് വില 42. 48 പിടിച്ചാലോ? 47 മതി. നോക്കട്ടെ. അതിൻ്റെ റേറ്റ് കണ്ടിട്ട് ആരെങ്കിലും പോകുന്നില്ല. ഒരു 55 മാർക്കറ്റ് വില. നമുക്കൊരു 60 കൊടുക്കും. കുറച്ചൊരു 60 ആക്കിക്കണം. ഇതിൻ്റെ വില 20, 25, 35, 47, 60 ഇത്രയൊക്കെ മതി. ഇതിൻ്റെ വില മാർക്കറ്റ് വില എത്ര നോക്കട്ടെ. ഇതൊന്നും ഓർഡർ ചെയ്യാമല്ലേ? ഒന്ന് ഓർഡർ ചെയ്യാം. വേഗം ഇതൊന്ന് ഓർഡർ ചെയ്ത് ഒന്ന് ഓർഡർ ചെയ്യാം. പോവുക 55 മാർക്കറ്റ് വില. നമുക്കൊരു 60 എടുക്കാം. 61 വേണ്ടത്. നമുക്ക് ഒരു 60 മതി. 61 ആയി. നമുക്ക് 60 ആക്കാം. അതാണ് ഈ കറക്റ്റ് ആക്കാൻ പറ്റില്ല. 60, 29. നമുക്കിത് ഓപ്പൺ ആക്കാം. നമ്മൾ ഓപ്പൺ ആക്കിക്കൊണ്ട് ആളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ആൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തെങ്കിലും റൈറ്റിന് വല്ല ഇഷ്യൂ ഉണ്ടോന്ന്. അല്ലല്ലേ, അത്രയ്ക്ക് ഇഷ്യൂ ഒന്നുമില്ല. പാൻറ്റിനൊക്കെ ഇഷ്യൂ ഇല്ലല്ലേ.
തട്ടിപ്പൊന്നും ഇല്ലാത്ത മരുന്ന് ഒരു 20 നമുക്ക് പറ്റൂല. കറക്റ്റ് 26 രണ്ടെണ്ണം കൂട്ടി പൈസക്കാരനുണ്ട്. പിന്നെ ഫോട്ടോ ഷൂട്ടൊക്കെ ഇട്ടു ആൾക്കാർ നടന്നിട്ടറിയില്ല. ഇതൊക്കെ ഫില്ല് ചെയ്യാൻ ആൾക്കാർക്ക് ഇതെന്താ എടുക്കാനൊക്കെ അങ്ങനല്ല. നമ്മളെ നാട്ടിൽ 25 പൈസ 50 പൈസ അങ്ങനെയൊക്കെ പറയില്ലേ, അതേമാതിരി നമുക്കിതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കേട്ടോ. എന്നാ പറയുന്നത്, ഞാൻ ഇവിടെ സൗദി അറേബ്യയിലല്ലേ, ഞാൻ ഈ നടയും കറക്റ്റ് തരണം. നമ്മൾ ബാക്കി പൈസ കൊടുക്കാൻ ഇതിൽ കറക്റ്റ് തരില്ല. നമുക്ക് അതൊന്നും നോക്കാത്തതുകൊണ്ട് ഒരു 25 30 ദിവസം നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. കണ്ടോ, ഒരു പൈസ എങ്ങനെ പൈസ ഇട്ടേക്കാനെ ഇങ്ങോട്ട് തന്നെ വന്നിക്കണോന്നു. അത്രയ്ക്ക് ഒരു റിച്ചിൻ്റെ ഒരു ഇതൊന്നും ഇല്ല. എന്നാലും ഇയാൾ നല്ല പർച്ചേസിങ് എടുത്തുക്കണം. വില കണ്ടിട്ട് പോയാ അത്ര വിലയൊക്കെ 5 വേണ്ട. അപ്പോൾ ഇന്ന് നല്ല പൈസ ഉണ്ട്. ക്ലോത്ത് സ്റ്റോർ ഓപ്പൺ അല്ല, ക്ലോസാണ്. ഇനി രാവിലെ ആക്കാനുള്ള സ്വിച്ചൊക്കെ നിൽക്കണം. പറ്റുപ്രൈസ് അവിടെ ഇട്ടിട്ട് എല്ലൊക്കെ ഇപ്പം എടുത്തിട്ട് രാവിലെ ആക്കണം. നമ്മൾ രാവിലെ ആക്കിക്കണം. പാട്ടൊക്കെ വന്നിരിക്കുന്നു. നമുക്ക് പ്ലേസക്ക് ഇങ്ങോട്ട് ഒറ്റ കയറി നമുക്കിത് ഓപ്പൺ ആക്കിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ വെക്കും. നമ്മൾ ക്ലോസ് ആക്കിയിട്ട് ഒറ്റ കയറി അവിടെ എറിയടാ. പർച്ചേസിംഗ് ആണ് ചെയ്യാൻ ഗൈസ്. നമ്മളവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. എനിക്ക് നേരെ എനിക്ക് ഈ പ്രാവശ്യം തോന്നുന്നില്ല. ഇതധികം ഇത് കാണാനൊരു ഇതില്ല. ഞാനാണെങ്കിൽ നല്ല പൈസ ചിലവാക്കിക്കണം. അതിന് എത്ര ഞാൻ പൈസ എന്ന് നോക്കും ചെയ്യാം. ഒരു 300 400 500 600 ഉണ്ടാകുന്നുണ്ട്. നമുക്ക് നോക്കട്ടെ. എൻ്റെ വില കാണിക്കുന്നില്ല.
എടുക്കണം മനസ്സിലായി. ഈ സാധനം കൊടുത്താൽ നമുക്ക് പൈസ കിട്ടുമോ അറിയില്ല. നമുക്കെന്തായാലും പർച്ചേസിങ് നോക്കാം. ഇതൊന്ന് വേണം, ഇതൊന്ന് വേണം. ഓക്കെ, തൊണ്ണൂറ് റേറ്റ് കൂടി. പിന്നെ ഇതൊന്നും വേറെ പർച്ചേസ് എടുക്കുന്നു, ഓപ്പൺ ആക്കുന്നു. ഇത് രണ്ടും വെക്കുന്നു. അത് നീ കോട്ടാക്കി എടുക്കുന്നു. ഓപ്പൺ ആക്കുന്നു ഗൈസ്. ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് വെക്കുന്നു. നോക്കാൻ പറ്റില്ലേ? മറ്റേ ഡെലിവറി ആയി ഗൈസ്. ഡെലിവറി ഒക്കെ കഴിഞ്ഞു. നമുക്കത് പിന്നെ ഓപ്പൺ ആക്കണം. വേഗം ഓപ്പൺ ആക്കണം. ഇതിലല്ല നമ്മൾ ഇതിലല്ല വെക്കുന്നുണ്ട്. ഇതിൽ വെക്കാം. ഇതിൽ വെച്ചിക്കണോ ഗൈസ്? ഗൈസ് നമ്മൾ അതിൽ വെച്ചിക്കണു. നമുക്ക് ഇനി ഓപ്പൺ ആക്കാം ഗൈസ്. നമ്മൾ ഓപ്പൺ ആക്കിക്കണു. എന്താണ് ഇത്ര വില കുറഞ്ഞിട്ട് വെച്ചിട്ട് മേടിച്ചിട്ട് പോയി കാപ്പ് ടീഷർട്ടെങ്കിലും എടുക്കടാ. ഇതിന് എന്താ ചെയ്താൽ നല്ല കാര്യമുണ്ട്. കുറേ എടുക്കണ്ടല്ലോ. കുറേ എടുക്കുന്നു. നമുക്ക് എടുക്കാൻ ഇല്ലല്ലേ? വേറെ പറ്റിക്കാൻ വേണ്ടി വയ്ക്കോ. രണ്ടാൾ വരുന്നുണ്ട്, മൂന്നാൾ വരുന്നുണ്ട്. വേഗം വരും. എടുക്കാൻ എൻ്റെ പാൻ്റല്ല, എനിക്ക് പാൻ്റൊന്നുമില്ല തോന്നുന്നത്. ഒരു 25 എടുക്കണോ? അയ്യോ മനമേ, 25 എനിക്ക് ഞാൻ തരാം. അത് കുറച്ചൊക്കെ റിച്ചാണ്. റിച്ചിലവർക്കൊക്കെ നമ്മൾ പൈസ ഒക്കെ അവർക്കൊന്നും പൈസൻ്റെ വില അറിയില്ല ഗൈസ്. നമുക്ക് ഇതിനെ അടിക്കാം. അടിച്ചുകൊണ്ട് അക്കൗണ്ടിൽ അടിച്ചു. ഇത് 2 പെണ്ണുകളും ഒരേമാതിരി കുട്ടികളെ ആപിക്കും. നമുക്ക് $40 2 നല്ല ആളുണ്ടല്ലേ. ഇത്ര ആളൊക്കെ ഉണ്ട്. കുറച്ച് നിറച്ച് വെക്കട്ടെ. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഇത്ര ആളൊക്കെ ഉണ്ടോ? ഇങ്ങനെ വരുന്നല്ലേ? ഇങ്ങനെ വരുന്ന നമ്മളെ സാധനങ്ങൾ കഴിയാനാവുമ്പോൾ അത് സാധനം എടുത്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് ഇത് ഒക്കെ എന്നിട്ട് ഒറ്റ എറിയൽ. ആ ഗൈസ് 2 ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ ആക്കിനി നോക്കാം. ഒരു 50 ഒരു 10 കൊടുത്തിട്ടുണ്ട്. വേഗം പോ. വേറെ പണിയുള്ളതാടോ. ഇത് ഇറങ്ങിക്കണം. ഒന്ന് വെയിറ്റ് ചെയ്യാൻ. ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ. ഈ പാൻറ് പോയിട്ട് പാൻറ് നോക്കാം.
മൈക്ക് രണ്ടെണ്ണം വെച്ചിട്ട് ആ സാധനം അറ്റേറ് പിന്നെ നേരെ എടുക്കുക. സാധനം എടുത്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് അതൊരു വെക്കൽ. എന്തിനപ്പം ഞാനും വരില്ല. കണ്ടോ കണ്ടോ ഞാൻ താങ്ക്സ് നോക്കിയിരിക്കണു. അപ്പം ഞാളെ എല്ലാം തുടങ്ങും. അപ്പോൾ എൻ്റെ സാധനമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇതൊക്കെ വെക്കണ്ടല്ലേ, കുറേ വെക്കാണ്ട്. ടേസ്റ്റൊക്കെ കുറേ ഉണ്ടോ ഇനി വെക്കാൻ പറ്റില്ല. ഈ സാധനം കുറച്ചുള്ളല്ലേ. എന്നിട്ടൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാനുള്ളതൊക്കെ ഒന്ന് പറയും. വൈറ്റും അത് ഇത് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഒന്ന് പർച്ചേസ് ചെയ്യാം. ആ വൈറ്റും ഉണ്ട്, പിന്നെ ഇതൊന്ന്, പിന്നെ നേരെ പോയിട്ട് അതിൻ്റെ ഇടയിൽ ബലൊരു ക്യാഷായിട്ട് തന്നൂടെ. എൻ്റെ അക്കൗണ്ട് കാക്കാൻ അത്രക്ക് ബോധ്യമൊന്നുമില്ല. ഈ അക്കൗണ്ട് നോക്കിയിട്ട് അമ്മമ്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അമ്മമാണെങ്കിൽ കുറേ പർച്ചേസിങ് ഉണ്ടാവും. ഒന്നുള്ളല്ലോ പർച്ചേസ്. വേറെ വെക്കിൻ്റെ പെങ്ങായ വേറെ പണിയില്ലാണ്. എൻ്റെ ഇത് നിൽക്കണല്ലോ. 10 വേഗം പോകും. വേർക്ക് സാധനം ആൾക്കാർക്ക് ഇല്ലെങ്കിൽ ഒരു എന്താ അവസ്ഥ. സാധനമൊക്കെ ഉണ്ട്. ആ പാൻറ് കഴിഞ്ഞിക്കൊണ്ടല്ലേ. പാൻറ് തീരെ ഇല്ലെന്ന് തോന്നുന്നു. ഇതിൻ്റെ ടൈമുള്ളതുണ്ട്. എന്നിട്ട് അറിയണ്ട മോനെ. ആ ദിവസം ഇത് കഴിഞ്ഞിങ്ങനെ അപ്പം തന്നെ മറ്റേയും കഴിയാനായി. തോർക്കട വെക്കട ഇട്ട് ഈ സാധനം തരുന്നിട്ട് എല്ലാവരും വേഗം കുറേ ആൾക്കാരുണ്ടല്ലോ. വേഗം ക്ലോസ് ആക്കിയാലോ. കാരണം ഈ ആൾ കൂടിയിട്ട് വിരാന്ത് പിടിച്ചു. നമുക്ക് ഇതിക്ക് ദ്രോയാണ് ഞാൻ കട്ട് പൈസകൾ വെച്ചിട്ട് ഇത് ഇങ്ങനെ ദ്രോഹ ഒന്ന് മിസ്സായിക്കണോ തോന്നുന്നു. ഒന്ന് എടുത്തിക്കണോ ഒന്നുകൂടെ. അവിടെ ആൾക്കാരൊക്കെ കൂടിക്കണു. ഒരു പാൻറ്റുള്ളൂ നമുക്ക്. പിന്നെ എന്തെടുത്തിട്ട് ലീവണോ എല്ലാവരും വന്നാൽ നിൽക്കട്ടെ. അവിടെ നിൽക്ക, അവിടെ വന്നിക്കള. എന്താണ് മഴയാണ്. ഇതാണ് ക്ലോസ് ആക്കണം. ഞാൻ കാട് ഞാൻ പെട്ടെന്ന് എടുക്കില്ല. ഒന്നും കോടോട്ടെ കയറും വരും. എന്നോടൊക്കെ എന്ത് പറയണ. ഒരു $20 പോലും എനിക്കത് കയ്യിൽ വെച്ചില്ലേ. നമ്മളറിയണതുണ്ട്. അറിയുന്നില്ല കേൾക്കുന്നാലും ഇതൊരു വെറുതെ ഒരു കോമഡി. പോടാ വേമ്പോ. അതിൻ്റെ ഇടയിൽ കൂടെ സൂമ് മനുഷ്യനും എല്ലാതും പഴയിട്ട് അത് പോയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ കുറേ ക്ലീനാക്കാണ്ട് മറ്റേതുണ്ട്. കുറേ പരിപാടിയുണ്ട്. ഈ സാധനം എടുത്തോട്ടെ. ഉണ്ടോ ഇതിക്ക് ചേർക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. നമുക്ക് ഇവിടെ തന്നെ ത്രോ ചെയ്യാം ഗൈസ്. എന്നിട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ വേണ്ടത്? ഈ നീല ഒന്ന്, ഇതൊന്ന്, പിന്നെ ഇതൊന്ന്, പിന്നെ ആ സാധനം വേണമല്ലോ. ഇങ്ങേക്ക് വേണ്ട. ഞാൻ പിടിച്ചിട്ടുണ്ട് ഒക്കെ പാടെ. എന്തൊക്കെയാണ് ഞാൻ പിന്നെയും പറഞ്ഞു. ആ സാധനം ഇല്ലാത്തത് വൈറ്റ് ഇല്ലാത്തല്ലേ. ഇതൊന്ന് ഓർഡർ ചെയ്യും. ഇത് രണ്ടെണ്ണം നമുക്കൊരു അത്രയ്ക്കൊരു വിഷയമൊന്നുമല്ല.
എത്രണ്ണ കൊടുത്ത് അവിടെ ഓരോന്നിച്ച വാടാ ഈ സാധനമൊക്കെ ക്ലീൻ ആക്കണ്ട കഴിച്ചിനി കാണിക്ക് വയ്യ ഒപ്പണാക്കിയിട്ട് സ്ഥലത്തേക്ക് നേരെ വെക്കുന്നു ഇനി ഒന്ന് ബാക്കിയുണ്ടാവും നമുക്ക് അവിടെ എറിയ കൊണ്ട് വയ്യ ഈ കടയിലൊക്കെ എന്ത് പണിയാടോ ഒരു മിനിറ്റ് 40 സെക്കൻഡൊക്കെ തന്നെ നമുക്ക് വെള്ളാക്കിയാൽ മതി അപ്പം നമ്മൾ ഒറ്റ ഏറ് ഈ സാധനമൊക്കെ ഇങ്ങോട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് എറിയാൻ നോക്കുന്നു എന്താ വലിക്ക് എടുത്താൽ നമുക്ക് എറിഞ്ഞ് നമുക്ക് ഇനിയുണ്ട് 1 മിനിറ്റ് 1 മിനിറ്റ് ഉണ്ട് ഇനി അപ്പം തന്നെ നമുക്ക് ഇതൊക്കെ ക്ലീൻ ആക്കാം ആണെങ്കിൽ ഒരു കൺട്രോൾ ആയ മതി 50 സെക്കൻഡോ പൊന്നെ ഈ സാധനം ഇതും വരാണ്ടല്ലേ അപ്പം രണ്ടും ഒപ്പം വരുമെന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്കറിയില്ല നമുക്ക് എടാ വാട ഒന്ന് വേഗം വായോ ആകാശത്തുനിന്ന് നമുക്ക് ആകാശത്ത് നോക്കിയിട്ട് വരുന്നുണ്ടോന്ന് ഇത് വരുന്നില്ലല്ലോ ഞാൻ നീല സാധനമാണ് ഇടുക നമുക്ക് ഇതെന്ത് കൊടുക്കാൻ വയ്ക്കാത്ത നമ്മൾ 999 എണ്ണം ഉണ്ടല്ലോ കൊടുക്കാൻ എന്തായാലും നമ്മളെ കൊണ്ട് വയ്ക്കൂല ഇപ്പം വരും എവിടുന്നപ്പോൾ ചാടിയത് ഒരു ഡെലിവറി പാടിയാണ് ഞാൻ പറ്റുമല്ലോ അപ്പോൾ എന്നിട്ട് ആ പാൻ്റ് എടുത്തിട്ട് നേരൊക്കെ വിളിക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് രാത്രി എന്നിട്ട് വരിക ഒന്ന് വിചാരിക്കരുത് രാവിലെ വന്നാൽ മതി ഒന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ എന്തെങ്കിലും വിചാരിക്കാൻ അറിയാം ഇതൊന്നും വിചാരിക്കരുത് ഇത്ര ചെറുത് ഒന്ന് മാറ്റല്ലേ നമുക്ക് അത് പോകാൻ പറ്റില്ല എന്തൊക്കെ പോകണം മരത്തോട് തുടങ്ങണം ഔടി നമുക്ക് ഈ വാതിൽ അടക്കാൻ പറ്റില്ലല്ലേ നമുക്ക് കുറച്ചും കൂടി 1000 ഉറുപ്പിക കൊടുത്തിട്ട് സ്ഥലമൊക്കെ ഒന്ന് റെഡി എന്തിട്ടോ സ്ഥലമൊക്കെ ഇങ്ങനെ ആയ ഇത് ചെയ്തിരിക്കണം നമുക്ക് നോക്കാം എത്ര കൂടി ഞാൻ അങ്ങനെ കൂടിയിട്ട് ആയിക്കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തിട്ടാവും അവരുടെ ഡ്രസ്സിങ് ഇതാക്കിയിട്ട് ഇവിടെ അത് ചെയ്തിട്ട് വേറെ എന്തൊരു ചെയ്യാനുണ്ട് നോക്കട്ടെ അറിയില്ല അറിയില്ല നമുക്ക് അതിൻ്റെ നോക്കണ്ട ഇതെന്താ സാറ് ഇത് കൊടുക്കാൻ വയ്ക്കണമല്ലോ എന്താ ചെയ്തത് ഡ്രസ്സ് മാറ്റുന്ന റൂമുണ്ട് അല്ലല്ലേ പക്ഷെ എന്താ ഇവിടെ കൊടുക്കാത്ത പ്രിൻ്റ് ആയിട്ട് എന്താടാ രാത്രി നമുക്കൊന്ന് ഓപ്പൺ ആക്കാം ഇനിയൊരു കളിയുണ്ട് ഞാൻ ക്ലോസ് ആക്കിയാലോ ആ ഓപ്പണാണ് ശരി ചങ്ങായി ഓപ്പണാണ് ചങ്ങായിക്ക് ജാട ഇറക്കല്ലേ ചങ്ങായി ഇതിൽ വരും പിന്നെ ചെറുതാവും അല്ലേ
ഇപ്പം നമ്മൾ ചെറുതാവത്ത് അറിയില്ല. സ്കിപ്പ് അടിച്ചിക്കണം. ഇനി രാവിലെ ഇനി നമുക്ക് സുഖമായിട്ട് ഓപ്പൺ ഓപ്പണ് വരും അറിയാതെ ആയതാണ് പൊന്നെ. എന്താ ഇതാന്താ ഇവിടെ ഇത് തരുന്നത്? അപ്പൊ ഒരു വെറുതെ വെച്ചിട്ട് സെൽഫാന്ന് വെച്ചിട്ട് വാങ്ങിയത്. അതിനും പൈസ വെച്ച് എന്താല്ലേ. വേഗം വരെ എടുത്തു. ഇനി നമ്മൾ 60 അക്കൗണ്ടിൽ നിന്ന് എടുക്കണം. $60 29 60 നമ്മളടിച്ചിരിക്കുന്ന 90 ഗൈസ്. വീക്കാണെന്ന് ഇവർക്ക് അറിയില്ലല്ലോ. എന്തൊക്കെയാണ് ഒരു പാൻറ് ഒരു കുട്ടിയല്ലേ വരയില്. അവൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്തൂടെ? കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ എടുക്കോ? കുട്ടികളും വലിയത് കിട്ടോ? പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് ഇതൊക്കെ ഇല്ല. വേഗം പോയിക്കോളൂ. ഇത്ര വല്യമ്മ കൊണ്ടുപോകണം. അപ്പോൾ വല്യമ്മക്ക് ഒരു ബാങ്ക് കാർഡ് കൊണ്ട് അടക്കണം. എന്താണ് അടുത്താള് വേഗം വരിക്ക്. വേറെ പണിക്ക് പോകാനൊന്നുമില്ല. ഈ പണി തന്നെയാണ്. ഈ പണിയിലെല്ലാം നോക്കണ്ടേ. എന്താണ് നമുക്കൊരു ഒപ്പിക്ക്. എന്തൊക്കെ എൻ്റെ ഇല്ലാതെന്നാണ് ഞാനിവിടെ ഇഷ്ടമുണ്ട്. അപ്പം തന്നെ രാത്രി സാധനമൊക്കെ കൈ പോലെ ഉണ്ടായിരിക്കും. ചെന്നല്ലോ. 6% 30 ആക്കിയിട്ടുണ്ട്. ഒരു 5 കൊടുത്തിട്ടുണ്ട്. ഒരു 10 കൊടുക്കണല്ല. കേസോണ്ടൊക്കെ വരുന്നത് കിട്ടൂല. മണ്ണെ ഓഫറായിരിക്കും. ഞാൻ തരില്ല. ഒന്നുമില്ല. ഓഫർ കൊടുത്തിട്ട് വെറുതെ ഓഫറൊക്കെ ഓഫറൊന്നും കൊടുക്കരുത്. പക്ഷെ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഓഫർ വേണം. പക്ഷെ ഇവർക്കൊരു ഓഫറൊന്നുമില്ല. അവർക്ക് പൈസ അങ്ങോട്ട് കുറച്ച് കൊടുക്കും. അതന്നെ എന്ത് കുത്തിട്ട് ഒരു $100 കൊണ്ടൊക്കെ നടക്കണ്ടേ. എന്താണിത്? ഇപ്പടിക്കാൻ അന്നൊന്നും വരാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ വരാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളെ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ലെവലിൽ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.